അയൽ നക്ഷത്രങ്ങളാണ്. നമ്മുടെ അടുക്കള കാണാനായിട്ട് അയൽ വീട്ടിലെ നക്ഷത്രങ്ങൾ നമ്മളെ തേടി വരുന്നൊരു സെഗ്മെൻ്റാണ്. ഇന്ന് വരുന്ന താരങ്ങൾ ഇന്ന് രണ്ടുപേരുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. നമ്മുടെ ഒരുപാട് പ്രിയങ്കരിയായ കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. കുഞ്ഞ് ബാലതാരമായിട്ടാണ്, മീൻസ് ബാലഗായികയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ ആളാണ് രാജലക്ഷ്മി. ഒപ്പം കൂട്ടുകാരൻ അഭിറാം. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു രാജലക്ഷ്മി ആൻഡ് അഭിറാം. ദൂരദർശനിലൂടെ, ഗാനമേളകളിലൂടെ, നാടകങ്ങളിലൂടെ, സിനിമകളിലൂടെ ഒക്കെ നമുക്ക് ചിരപരിചിതയാണ് നമ്മുടെ രാജലക്ഷ്മിയുടെ വ്യക്തിത്വവും ശബ്ദവും ഒക്കെ. എനിക്ക് ഈ പരിപാടിയിൽ വന്നപ്പോഴേ ഫുഡ് എന്റെ മെയിൻ ഒരു സംഭവമാണ്. രാജയുടെ മ്യൂസിക് പോലെ തന്നെ സ്വീറ്റ് ആണ് അവിടെ പാചകവും. ഇനി എന്താ വേണ്ടത്? നല്ല കുക്കാണ് ആണല്ലേ? അല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര, എന്നെ കണ്ടാലേ അറിയാലോ, ചേച്ചിയൊക്കെ അറിയായിരിക്കും. ഞാൻ കൊച്ചിലെ തൊട്ട് നന്നായിട്ട് ആഹാരം കഴിക്കും, അത് ആസ്വദിച്ച് കഴിക്കും. അപ്പൊ അത് ഒരു കലയാണെന്നാണ് ഞാൻ. ഞങ്ങളുടെ കൂടെ ഒരു മത്സരാർത്ഥി. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് അത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഓണസദ്യയൊക്കെ നമ്മൾ ഒരുമിച്ച് വീട്ടില് ഉണ്ടാക്കി. തിരുവിതാംകൂർ ഓണസദ്യ ഡിഫറൻസ് ആണ്. ഞാൻ എറണാകുളത്തു നിന്നാണ്, ഞങ്ങളുടെ സ്റ്റൈല് വേറെയാ. അപ്പൊ അങ്ങനെ നല്ല ഓണം ഇപ്പോഴാണ് തുടങ്ങിയതല്ലേ? അല്ല 20 വർഷമായി. 20 വർഷമായിട്ട് നല്ല സദ്യ. എറണാകുളം സദ്യയാണ്. അല്ല, തിരുവനന്തപുരം സദ്യ. ഉണ്ടാക്കുന്നത് എറണാകുളം സദ്യ അല്ല, ഞാൻ തിരുവനന്തപുരത്തെ വേണ്ടായിരുന്നു. അങ്ങനെയല്ല, കുറച്ചുകൂടി ഒരു എലോബറേറ്റ് ആയിട്ടുള്ള സാധനം രണ്ടും കൂടെ മിക്സ് ഒക്കെ അല്ലേ ചെയ്ത്. ഇപ്പൊ ഈ മറ്റേ നാരങ്ങ മാറി മറ്റേ മാങ്ങ കഴിഞ്ഞ് നാരങ്ങ വിളമ്പിയാ പറയും എന്താണ് ഈ ഓർഡർ തെറ്റിച്ചെന്നൊക്കെ പറയാം. ഇവിടുത്തെ ഒരു ഓർഡർ ഉണ്ട്. എറണാകുളത്ത് അങ്ങനെയല്ല. ഏതെവിടെ വിളമ്പാം. ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നും അല്ല, വിളമ്പുന്നതിനും ഉണ്ട് പ്രത്യേകത. അത് നേരത്തെ ഷെഫ് പറഞ്ഞ അല്ല, നമ്മുടെ ഇവിടെ ഷെഫ് പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു. ആ സദ്യയാണെങ്കിൽ ആ കഴിക്കണം, അതിനൊരു ശാസ്ത്രമുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ കഴിക്കണം. ഏറ്റവും അവസാനം രസവും മോരും എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ? എനിക്ക് ഏറ്റവും ഇഷ്ടം സദ്യയാണ്. കേരള സദ്യയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന, അല്ലാതെ കൂടുതൽ ഈ നമ്മളെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ഈ പ്രോഗ്രാംസും ഇതൊക്കെ ആയിട്ട് മിക്കവാറും പുറത്തായിരിക്കും. ഈ പുറത്ത് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മാക്സിമം വീട്ടിലുള്ള സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കും. ഹോട്ടലിൽ നിന്ന് ഒഴിവാക്കും. ഹോട്ടലിൽ തന്നെ നമ്മൾ ചില പ്രത്യേക സ്പോട്ടുകളുണ്ട്, അവിടെ പോയി കഴിക്കുള്ളൂ. രാജലക്ഷ്മി നമ്മൾ ആദ്യം അതാണ് എനിക്ക് ഭയങ്കര. അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഞങ്ങൾ പ്രോഗ്രാം പോയി, ഞാനും മനും രാജലക്ഷ്മി. അന്ന് മനോജേട്ടനും ബീന ചേച്ചിയും കല്യാണം കഴിഞ്ഞ പുതുമോടിയാ. ഇവര് ട്രെയിനിലിരുന്ന് ഭയങ്കര സീനൊക്കെ കുട്ടികൾ ആരും അധികം ശ്രദ്ധ അങ്ങനെയല്ല, ഞാൻ അത് അത്ര കൂട്ടി പറയട്ടെ. അങ്ങനെയല്ല, അവര് കല്യാണം കഴിഞ്ഞ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷ കൊടുത്തില്ല. അല്ല, അന്ന് ഞാൻ കുട്ടിയല്ലേ. അതെ. അപ്പൊ അമ്മ നീ അങ്ങോട്ട് ഇരിക്കും. അങ്ങനെയൊന്നും ഇല്ലട്ടോ, വെറുതെ ഞാൻ പറയട്ടെ, പക്ഷേ അത് ഞാനിപ്പോ പറയാൻ വന്നെന്താ പറയുക, അന്ന് അമ്മ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചത് ഈ അടുത്ത കാലത്ത് ഞാൻ ഇൻസ്റ്റ ഒരു ദിവസം ഇങ്ങനെ ണ്ടിരിക്കുമ്പോ രാജലക്ഷ്മിയും അമ്മയും കൂടെ പാടുന്നു. എന്റെ ദൈവമേ, ആരുടെ പാട്ടാണ്? രണ്ടും സെയിം വോയിസ്. ആ പാട്ട് ഏതായിരുന്നു പറയടാ? ഓ, എന്റെ ഭയങ്കര ഫേവറേറ്റ് സോങ്. 10 പാട്ടുകൾ പാടി. അമ്മയോട് പ്രത്യേകം പറയൂ ഏട്ടാ, അമ്മയോട് പ്രത്യേകം പറയണം. ഭയങ്കര രസം. ഞാൻ കമന്റ് ഇട്ടിരുന്നു, എനിക്കൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ബീന ചേച്ചിയും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ കല്യാണത്തിന് ഉള്ളവരിൽ ആകെ വന്ന ആൾ. അത്രയും നാളത്തെ ബന്ധമുണ്ട്. അത്ര നല്ല ഒരു ഇതില്ലേ. പിന്നെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരെ അങ്ങോട്ട് പറന്നുപോയി. നമ്മൾ പിന്നെ അധികം കണ്ടിട്ടില്ല അല്ലേ? അതാണ് അതെ, നമുക്കറിയാം. നമ്മുടെ ചലച്ചിത്ര ഗാനത്തിൽ ഒരു സംസ്ഥാന അവാർഡ്, പിന്നെ നാടകത്തിൽ 2 സംസ്ഥാന അവാർഡ്. ഇപ്പൊ ഏത് പാട്ടാ പാടാൻ? ചേച്ചി അമ്മയുടെ പാടിയ പാട്ട് ഏതായിരുന്നു? ഓണപ്പാട്ട് കുറെ പാടി. അല്ല, ഇത് പഴയ പാട്ട് പാടിയത് ചേച്ചി. അല്ല, യമുനേ നീ
ഇതിലേ നീ ഒഴുകൂ. നീ ഒഴുകി ഇങ്ങ് വരികയാണ്. രണ്ടുപേരും ഒരേ പിച്ച് ഒരേ അയ്യോ. അത് ഞാനും അമ്മയും പാടിയപ്പോ ഇങ്ങനെ ഒരുപോലെ ഇരുന്നു. അതാണ് ഈ ചേച്ചി. അമ്മ പാട്ട് പഠിച്ചത് കാസറ്റും സംഭവങ്ങളൊന്നുമില്ല. അമ്മ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ആ തിയേറ്ററിൽ നിന്ന് പാട്ട് കേട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അത് കേട്ടെഴുതി. അപ്പൊ ഈ വായ്മൊഴിയായിട്ടാണ് രാജിക്കും കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു രണ്ടുപേരും പാടുന്നത് തമ്മിൽ ഒരു വ്യത്യാസമില്ല. അമ്മ അതിനെക്കാളും അപ്പുറമായിരുന്നു. രാജൻ അച്ഛൻ പാട്ടുകാരനല്ലേ? അമ്മയുടെ ഫാമിലി ഫുള്ള് അമ്മമാര് തബല വായിക്കും. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അമ്മ നന്നായി പാടും. അമ്മൂമ്മയുടെ അമ്മയ്ക്ക് കിട്ടിയത്, അമ്മയുടെ രാജിക്ക് കിട്ടിയത്. പക്ഷെ അമ്മയ്ക്ക് പാട്ടുകാരിയോ ഒന്നും ആവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് എന്നെ പാട്ടുകാരി. അതല്ലെങ്കിലും പാരന്റ്സ് അങ്ങനെയാണ്, അവരുടെ ഫുൾഫിൽ ആവാത്ത ആഗ്രഹങ്ങളൊക്കെ നമ്മളിലൂടെ. ഇന്ന് നമ്മൾ കാണുന്ന അറിയപ്പെടുന്ന കലാകാരന്മാരും കലാകാരികളും സ്പോർട്സ് താരങ്ങളും ഒക്കെ അതിന്റെ ഒക്കെ പിന്നിൽ അവരുടെ പാരന്റ്സ് തന്നെയാണ്. കാരണം ഉറപ്പായിട്ട് അന്വേഷിച്ചാൽ അവരുടെ ഉള്ളിലെ കലയാണ് നമ്മളിലൂടെ അവരിലേക്ക് ഇപ്പൊ എത്തുന്നത്.